ഇപ്പൊ എന്റെ കൂടെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ജഡ്ജസ് ആയ ജംസൺ ചേട്ടനും ഷാലിനി ചേച്ചിയുണ്ട്. ഇവർ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ജഡ്ജസ് ആണ്. ജംസൺ ചേട്ടാ, ഷാലിനി ചേച്ചി, എങ്ങനെയുണ്ട് ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു പെർഫോമൻസസ് ഒക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. ഇവിടെ കാഞ്ച് ഈ ഫെസ്റ്റിവൽ തുടങ്ങിയ വർഷം തുടങ്ങി ഞാനുണ്ട്. മിക്കവാറും കഴിഞ്ഞ വർഷത്തോടെ നിർത്താമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ സമ്മതിച്ചില്ല. എന്നാലും കുട്ടികളുടെ നിലവാരം ഫസ്റ്റ് ഇയറെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ ഹയർ കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മാർക്സ് ഇടാനായിട്ട് ഭയങ്കര ടഫായിട്ട് തോന്നും. ഒരു എക്സാമ്പിൾ കാരണം ഇവിടുന്ന് കാഞ്ചിന്റെ ആൾക്കാർ തന്നെ കമ്മിറ്റി തന്നെ നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പുവർ, ഫെയർ, ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ തുടക്കത്തിലെ ഒരു ആവറേജ് ഒക്കെ നോക്കിയിട്ട് തുടങ്ങി. പക്ഷേ ഹയർ കാറ്റഗറിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ശരിക്കും അത് വെച്ചിട്ട് പോകേണ്ടി വന്നു. എനിവേ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. വലിയ കുട്ടികളാവുമ്പോഴത്തേക്കും അവർ ഭയങ്കര സീരിയസ് ആയിട്ട് അത് പഠിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചർ അവരിലേക്ക് അഡോപ്റ്റ് ആവാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് ഒരു അവസരമാണല്ലോ ഈ ഒരു സ്റ്റേജ് കിട്ടുക. കാരണം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്, പക്ഷെ അവരെ ഒന്ന് ഇത് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു സ്റ്റേജ് ആണ്. ഷാലിനി ചേച്ചിക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് പറയാനുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആസ് എ ജഡ്ജ്? സെയിം. എനിക്ക് കുട്ടികൾ പാടുന്ന കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പാടി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു. നമ്മളിവിടെ ജനിച്ച് വളർന്ന കുട്ടികൾ ഇങ്ങനെ പാടുമ്പോൾ അവർ നന്നായി സാഹിത്യവും ഡിക്ഷനും ഒക്കെ നോക്കി പാടുമ്പോൾ. ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാ, കമ്പാരിറ്റീവ്ലി അവരുടെ ഡിക്ഷനെ പറ്റി എന്തെങ്കിലും? അതാ ഞാൻ പറഞ്ഞപ്പോൾ അവര് ഇവിടെ ജനിച്ച് വളർന്ന കുട്ടികൾ പ്രത്യേകിച്ചും അത്രയും അക്ഷരസ്ഫുടതയോടുകൂടി പാടുമ്പോൾ ഭയങ്കര പ്രൗഡ്. പിന്നെ ഭയങ്കര കാറ്റഗറി 4 ഒക്കെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. അപ്പോൾ ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആശയവിനിമയം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വർഷം ഉണ്ടാവണം. ആൻഡ് രണ്ടുപേരും ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്.